നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്വേതാ മേനോനെതിരായ കേസ് ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. കേസിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു. എറണാകുളം CGMനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഹർജി കിട്ടിയ ശേഷം പോലീസിന് കൈമാറും മുമ്പ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കണമെന്നും അന്വേഷണം നടത്തുന്ന സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഇന്ന് ഹൈക്കോടതി സമീപിച്ചിരുന്നു. വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി. സപ്ലൈകോ വഴി വിൽപ്പന. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി. അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരാഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്നറിയിച്ച മന്ത്രി കേരാഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്ന് വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് 457 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും GR അനിൽ വിവരിച്ചു. ഒരു കാർഡിന് 1 ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക. സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും 1 ലിറ്റർ ക്രമത്തിൽ വിൽക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം DCC അധ്യക്ഷനായി N ശക്തൻ തുടരണമെന്ന് ശശി തരൂർ MP. ശക്തനെ തൽക്കാലത്തേക്ക് ലഭിച്ചത് ഭാഗ്യമാണ്. പുനഃസംഘടന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ചർച്ച ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായെന്ന് ശശി തരൂർ പറഞ്ഞു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് മുൻ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തൻ ഈ പോസ്റ്റിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെട്ടത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബസ് കാത്തുനിന്ന യുവതികളെയും ഓട്ടോറിക്ഷയും ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ പനവേലി സ്വദേശിനി സോണിയ, ശ്രീകുട്ടി എന്നിവർ മരിച്ചു. ഇന്ന് രാവിലെ 6:30 ശേഷമാണ് അപകടം നടന്നത്. സ്ഥലത്ത് ബസ് കാത്തുനിന്ന 2 യുവതികൾ, തൊട്ടടുത്ത ഓട്ടോയിലിരുന്ന ഒരാൾ എന്നിവരെയാണ് വാൻ ഇടിച്ചു തെറിപ്പിച്ചത്. വാനിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണമെന്ന് സംശയമുയരുന്നുണ്ട്. അപകടത്തിന് ശേഷം വാൻ ഡ്രൈവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിട്ട് CPMലേക്ക്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് CPMലേക്ക്. സുമേഷ് അടക്കം BJP സജീവ പ്രവർത്തകരായ 11 പേരാണ് CPMൽ ചേരുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് സുമേഷ് പറഞ്ഞു. BJP പ്രവർത്തകരായ ഷിഗൽനാഥ്, EC സായികുമാർ, വിജേഷ് നടക്കൽ, സന്ദീപ് തൃക്കോത്ത്, VK തമ്പാൻ എന്നിവരാണ് സുമേഷിനൊപ്പം BJPയിൽ ചേരുന്നത്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് വരും കാലങ്ങളിൽ തുടരും. കടുത്ത അവഗണനയാണ് BJPയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുമേഷ് പറഞ്ഞു. ചേർത്തല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ആലപ്പുഴ ചേർത്തലയിൽ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അലർജി. പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. തുടർന്ന് 32ഓളം വിദ്യാർത്ഥികളെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് അലർജിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ക്ലാസ്സിലെ ഡെസ്ക് ദ്രവിച്ചിരിക്കുകയായിരുന്നു. ഈ ദ്രവിച്ച ഭാഗത്ത് വിദ്യാർത്ഥികൾ പെൻസിൽ കൊണ്ട് കുത്തിയിരുന്നു. ഇവിടെ നിന്നും ഇറങ്ങി വന്ന സൂക്ഷ്മജീവികൾ കടിച്ചാണ് വിദ്യാർത്ഥികൾക്ക് അലർജി ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കൽ വീണ്ടും ചർച്ച. നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരുടെ അഭിപ്രായം തേടാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന ഭരണസമിതി ഉപദേശക സമിതി സംയുക്ത യോഗത്തിലാണ് നിലവറ തുറക്കുന്നത് ചർച്ചയായത്. സംസ്ഥാന സർക്കാർ പ്രതിനിധിയായിട്ടാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ തന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അമ്മയെ തുടർച്ചയായി ബലാത്സംഗത്തിനിരയാക്കി. കൊച്ചിയിൽ യുവാവ് അറസ്റ്റിൽ. കൊച്ചി ആലുവ സ്വദേശിയായ 30-കാരനാണ് അറസ്റ്റിലായത്. യുവാവിന്റെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലുവ വെസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. മകൻ തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്നാണ് പോലീസിൽ നൽകിയ പരാതി. മകൻ ലഹരിക്കടിമയാണെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് BJPക്ക് ജംബോ കോർ കമ്മിറ്റി രൂപീകരിച്ചു. 21 അംഗ കോർ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇത്രയധികം അംഗങ്ങൾ ഇതാദ്യമായാണ് കമ്മിറ്റിയിൽ വരുന്നത്. പുറത്തുവിട്ട പട്ടിക പ്രകാരം മുൻ അധ്യക്ഷന്മാർക്കൊപ്പം 7 വൈസ് പ്രസിഡന്റുമാരും കമ്മിറ്റിയിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും C സദാനന്ദനും പട്ടികയിലുണ്ട്. KPCC പുനഃസംഘടന വൈകും. DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ പ്രതിസന്ധി.
KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമായില്ല. DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നലെ ചർച്ചയ്ക്ക് അന്തിമ രൂപം ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും നേതാക്കൾക്ക് ഡൽഹിയിൽ വീണ്ടും തുടരേണ്ട സാഹചര്യമുണ്ടായി.